UDF MLA മാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്ക് റിനിയും രാഹുൽ മാങ്കൂട്ടവും എത്തുന്നു. റിനിക്ക് പൂക്കുവിളികളും കല്ലേറുമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കയ്യടികളും ആരവങ്ങളുമായിരുന്നു. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. തന്നെ പൂക്കി വിളിച്ചവരൊന്നും കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യില്ല, കോൺഗ്രസ്സുകാർ സ്നേഹമുള്ളവരാണ് എന്നാണ് റിനി പറയുന്നത്. ഒപ്പം തന്നെ പറയുന്നു, എന്നെ ചീത്ത വിളിച്ചവരെല്ലാവരും തന്നെ കുലംകുത്തികളാണ്. തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം സെൽഫി എടുത്ത ഫോട്ടോയാണ് റിനി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇത്തരം വരികളും കുറിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം സദസ്സിലിരുന്ന് ഈ പരിപാടികളെല്ലാം കാണുമ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഹൃദയം പൊട്ടിയിട്ടുണ്ടാവും, കണ്ണ് നനഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമാണ്. ഞാൻ രാഹുലിനെ കുറിച്ച് വിമർശിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിലേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ നല്ല വശങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ മോശക്കാരനാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. രാഹുലിന്റെ അഭിപ്രായത്തോട് എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളോട് അതിരൂക്ഷമായി തന്നെ രാഹുലിനെ വിമർശിക്കുകയും നാളെയും വിമർശിക്കും. പക്ഷേ ഈ ഒരു കാഴ്ച അദ്ദേഹം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കാണുമ്പോൾ സാധാരണക്കാരനായ ഒരാളായി, കാഴ്ചക്കാരനായി അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേരുടെ ഹൃദയം വേദനിച്ച പോലെ എന്റെയും വേദനിച്ചു. കാരണം കോൺഗ്രസിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ആര് എങ്ങനെ തള്ളിപ്പറഞ്ഞാലും ഞാൻ കോൺഗ്രസ്സുകാരനാണ്, മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും, പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ആണയിട്ട് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അത്തരത്തിലുള്ള ഒരാളെ അപൂർവമായിട്ട് കോൺഗ്രസിൽ കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി എന്നെ കേട്ടില്ല എന്ന് അത്രയും മനസ്സുപൊട്ടി രാഹുൽ പറയുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു വലിയ വേദനയായി അവശേഷിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് രാഹുൽ മാങ്കൂട്ടം പുറത്തും റിനി അകത്തുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസിന്റെ ഒരു MLA ആയ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഒരാളാണ്, ഒരു സാധാരണക്കാരനെ പോലെ പുറത്തും അദ്ദേഹത്തിനെതിരെ ആരോപണം നടത്തിയ റിനി മന്ത്രിമാർക്കൊപ്പവും ഇരിക്കുന്ന ഒരു കാഴ്ച. എവിടെയൊക്കെയോ രാഹുലിന് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ പിഴവുകളൊക്കെ അഗ്നിശുദ്ധി വരുത്തി രാഹുലിനെ തിരിച്ചു വരാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും ആ വീഡിയോയിൽ രാഹുലിന്റെ മുഖം കാണുമ്പോൾ എവിടെയൊക്കെയോ മനസ്സിൽ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും, ഞാൻ തീർച്ചയായും തിരിച്ചു വരും. അതെ, തീർച്ചയായും രാഹുൽ തിരിച്ചു വരണം. അതിനുള്ള ഒരു അവസരം രാഹുലിന് പാർട്ടി നൽകണം എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ്സുകാരുടെയും, രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുടെയും ആഗ്രഹം. അതങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ചെറുപ്രായത്തിൽ ഒരുപാട് അവസരങ്ങളാണ് രാഹുലിന് വന്ന് ഭവിച്ചത്. ആ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന രാഹുലിന്റെ ആ ഡയലോഗിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് രാഹുൽ മനസ്സിലാക്കണം. അതൊക്കെ രാഹുലിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ദൈവം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവുക. ഒപ്പം രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരും അത് മനസ്സിലാക്കണം. കാരണം ഒരു തെറ്റും ചെയ്യാത്തവൻ ഒരിക്കലും ഇത്തരത്തിൽ ഇങ്ങനെ വന്നിരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാവരുത്. രാഹുലിന് വന്നതൊക്കെ ആരോപണങ്ങൾ മാത്രമാണെങ്കിൽ രാഹുലിനെതിരെ നിന്ന എല്ലാ കോൺഗ്രസ്സുകാരും അതിന് ഒരു കാലത്ത് മറുപടി പറയേണ്ടത് വരും. രാഹുൽ പാർട്ടിക്ക് ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രക്ഷകനായി തന്നെ തിരിച്ചു വരും എന്നാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും മനസ്സ് പറയുന്നുണ്ടാവുക. അങ്ങനെ തന്നെ രാഹുൽ തിരിച്ചു വരണം. തീർച്ചയായിട്ടും രാഹുലിന് അത് സാധിക്കും. നാളെ ഒരു നല്ല നേതാവായി, രാഹുലിന് ഉത്തരവാദിത്തമുള്ള ചുമതലകളോടുകൂടി ഭാവിയിൽ രാഹുൽ മന്ത്രിയായി കേരളത്തിൽ ഉണ്ടാവണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഹൃദയമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ രാഹുലിൻ്റെ തെറ്റുകളെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് തുടരുകയും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.